Yes, Pastor. Thank you. കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ മാത്തൻ കെ സാമുവൽ, Recording in progress. മറ്റ് അനുഗ്രഹീതരായ ദൈവദാസന്മാർ, സഹോദരീ സഹോദരന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും ഈ രാത്രിയിൽ അറിയിക്കുന്നു. പക്ഷെ കേൾക്കുന്നില്ല, ഒന്നുകൂടെ ഒന്ന് ഓൺ ചെയ്ത് ഓഫ് ചെയ്യണേ. കേൾക്കാമോ? കേൾക്കാം. Praise the Lord. കേൾക്കാം പാസ്റ്റർ. കേൾക്കാമല്ലേ? ഇപ്പോഴും കേൾക്കുന്നില്ല പാസ്റ്റർ. പാസ്റ്റർ അവിടെ മോനെ കേൾക്കുന്നുണ്ടോ? അത് എന്റെ അവിടുത്തെ നെറ്റിന്റെ നിങ്ങൾക്കൊക്കെ കേൾക്കാവോ? കേൾക്കാമോ? കേൾക്കാം. ഓക്കെ ആട്ടെ പാസ്റ്റർ, ഞാൻ നോക്കാം. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. താങ്ക് യു. എൻ്റെ മദറിന്റെ കസിന്റെ മകനാണ്. അദ്ദേഹമാണ് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തത്. പ്രിയ മകനോടും കൂടെയുള്ള കൂട്ടായ്മ വളരെ വിലയേറിയതായിട്ട് ഞാൻ കണക്കാക്കുന്നു. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുവാനായിട്ടാണ് ഇന്നലെ തുടങ്ങിയത്. അതിൽ 42-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഇന്ന് രാത്രിയിലും ആ 42-ാം വാക്യം വായിക്കുന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇന്നലെ ആമുഖമായി അപ്പോസ്തല പ്രവൃത്തികളെ കുറിച്ച് ഒരു ചെറിയ വിവരണം ഞാൻ പറയുകയുണ്ടായി. ആത്മാവിനെ പ്രാപിച്ച കാത്തിരുന്ന 120 പേർ ആ മാളികമുറിയിലെ അനുഭവങ്ങൾ അനേകരെ ആകർഷിക്കുകയുണ്ടായി. ആ കടന്നു വന്നവര് കുറച്ചുപേര് ഈ ആത്മപ്രവൃത്തിയെ കളിയാക്കി. എന്നാൽ കുറെ ആളുകള് അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ ആ സാഹചര്യത്തിലാണ് പത്രോസ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗം നടത്തുന്നത്. അത് 2-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രസംഗം കേട്ട പാരമ്പര്യ യഹൂദന്മാരുടെ ഉള്ളിൽ കുത്തുകൊണ്ട്, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് അവര് മാനസാന്തരപ്പെടണം, കർത്താവിൽ വിശ്വസിക്കണം, സ്നാനപ്പെടണം, വക്രതയുള്ള ഈ ലോകത്തിൽ നിന്ന് വേർപെടണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ആ വാക്കുകൾ കൈക്കൊണ്ട 3000-ഓളം ആളുകളാണ് സ്നാനപ്പെട്ടത്. സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് അവരൊരു പുതിയ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറുകയാണ്. ആ പുതിയ കമ്മ്യൂണിറ്റി, ആ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച്, യെരുശലേം സഭയിലെ സവിശേഷതകളാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ലൂക്കോസ് എന്ന എഴുത്തുകാരന്റെ ഒരു ഉദ്ദേശമുണ്ട്. ഇത് നമുക്കൊരു മാതൃകയാണ്, ഒരു എക്സാമ്പിളാണ്. ഇതുപോലെ ആയിരിക്കണം സഭ. അങ്ങനെ ഞാൻ പറയുമ്പോഴേ ചിലര് ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ഇവരെന്നെ പെർഫെക്റ്റ് ചർച്ചായിരുന്നു, ഒരു പ്രശ്നവും ഇല്ലാത്ത ചർച്ച്. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യരുള്ള ചർച്ചുകൾ എപ്പോഴും ഇംപെർഫെക്റ്റ് ആണ്. 5-ാം അധ്യായം വരെ പോയാൽ മതി ഇവരുടെ ഇടയിൽ ഉണ്ടായ പ്രശ്നം കാണണമെങ്കിൽ. അനന്യാസ് സഫീറയൊക്കെ ഈ സഭയിലെ അംഗങ്ങളാണ്. അപ്പൊ ഇവര് പെർഫെക്റ്റ് ചർച്ചാണെന്നല്ല ഈ പറയുന്നത്. ആത്മാവിന് സ്വാതന്ത്ര്യം കൊടുത്ത് ബഹുഭൂരിപക്ഷം ആളുകൾ, മനുഷ്യര് നിത്യതയുടെ ഈ സൈഡിൽ പെർഫെക്റ്റ് ആകുന്നില്ല, പക്ഷെ ഇവർ പെർഫെക്ഷനിലേക്ക് നയിക്കപ്പെട്ട് നടത്തപ്പെടുന്നവരാണ്. അപ്പൊ അവരുടെ ഇടയിൽ ഉണ്ടായ ആത്മാവ് എന്തിനാണ് അവരെ നിയോഗിച്ചത്?
എന്ന കാര്യം നമ്മൾ തിരുവഴുത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ നമ്മളത് നമ്മുടെ ചർച്ചിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും അത് കോപ്പി ചെയ്യുവാൻ ഇടയായിത്തീരണം. അപ്പൊ ഇവിടെ ഒന്നാമത് ഈ പുതിയ കൺവേർട്സ് അവിടെ നമ്മൾ കണ്ടു അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടവരാണ്. ഓക്കെ, അപ്പോസ്തോലന്മാരെ ആത്മാവ് ഗൈഡ് ചെയ്തത് പത്യവചനം പറയാനാണ്, ഡോക്ട്രിൻസ് പറയാനാണ്, ഇൻസ്ട്രക്ഷൻസ് പറയാനാണ്. പക്ഷേ അവിടെ ആ എഴുത്ത് നമ്മൾ വായിച്ചാൽ ഈ കടന്നു വരുന്നവരെ ആത്മാവ് നയിച്ചത് പഠിക്കാനാണ്. അപ്പൊ നാണയത്തിന്റെ ആ രണ്ടു വശം നമ്മൾ മനസ്സിലാക്കണം. അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പൊ ഞാൻ ഇംഗ്ലീഷിലെ ഒരു പരിഭാഷ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു, കണ്ടിന്യൂലി ഡിവോട്ടഡ്. അല്ലാതെ അത് വൺസിനെ എന്താ ഒരു ലൈഫ് ടൈം ബൈബിൾ സ്റ്റഡിയോ ഒന്നുമല്ല, കണ്ടിന്യൂലി ദേ വർ ഡിവോട്ടഡ് എന്നതാണ് നമുക്ക് അവിടെ നിന്ന് പഠിക്കാൻ കഴിയുന്നത്. ഞാൻ ആ വാക്ക് NASB ട്രാൻസ്ലേഷനിൽ നിന്നാണ്. They were continually devoting themselves to the apostles' teaching and to fellowship and to the breaking of bread and to prayer. ഫസ്റ്റ് എവിഡൻസ് ലൂക്കോസ് പറയുന്നത് ആത്മസാന്നിധ്യമുള്ള ഒരു സഭയില് ഡിവോഷൻ ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദാറ്റ്സ് ദ മാർക്ക് ഓഫ് എ സ്പിരിറ്റ് ഫിൽഡ് ചർച്ച്. ഒരു ബൈബിൾ സ്കോളർ പറയുന്നത് ആ ദിവസം യെരുശലേമിൽ ഒരു വലിയ ബൈബിൾ കോളേജ് തുടങ്ങി. അതിന്റെ ഫാക്കൽറ്റി അപ്പോസ്തോലന്മാരായിരുന്നു, സ്റ്റുഡൻസ് 3000-ൽ പരം ആളുകൾ. ശരിക്കും നമ്മുടെയൊക്കെ ചർച്ചസ് ബൈബിൾ കോളേജുകളായി മാറണം. കണ്ടിന്യൂസ്ലി ടീച്ചിങ് ദ വേർഡ്. ആളുകൾ വരുന്നത് വചനം പഠിക്കുവാനായി. അപ്പൊ ഇവിടെ ഒരു കാര്യം ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഈ ആത്മപ്രവൃത്തി ഉണ്ടായി എന്തോ ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്, അത് മാത്രം, അങ്ങനെയുള്ള ചില അനുഭൂതികൾ മാത്രം, അത് മാത്രം ഫോളോ ചെയ്യല്ല. റിയലി ഹോളി സ്പിരിറ്റ് ആണെങ്കിൽ ഹോളി സ്പിരിറ്റ് നയിക്കുന്നത് വേർഡിലേക്കാണ്. വേറെ ചിലർക്കൊരു പ്രശ്നമുള്ളത്, ആത്മാവ് എനിക്കുണ്ട്, ആത്മാവ് എന്നെ എല്ലാം പറഞ്ഞോളും, ഐ ഡോണ്ട് നീഡ് എനി ടീച്ചേഴ്സ് ഓർ എനിത്തിങ്, ആത്മാവ് സകലത്തിലും നടത്തിക്കോളും. അത് ശരിയാണ്, പക്ഷെ അപ്പോൾ തന്നെ ഹ്യൂമൻ ടീച്ചേഴ്സ് അവർക്കുണ്ടായിരുന്നു. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ അഭിഷേകം സകലതും പഠിപ്പിക്കും എന്നൊക്കെയുള്ള വാക്യങ്ങൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്താണ് ഇങ്ങനെയുള്ള ആളുകൾ വ്യാഖ്യാനിക്കാറുള്ളത്. അവർ ചിന്തിക്കുന്നത് അങ്ങനെ മാനുഷികമായിട്ട് ഞങ്ങളെ ആരും പഠിപ്പിക്കണ്ട, ഞങ്ങൾക്ക് ആത്മാവുണ്ട്, ആത്മാവെല്ലാം പഠിപ്പിച്ചോളൂ. അങ്ങനെയല്ല. ഇവിടെ നമ്മൾ കാണുന്ന മാതൃക അപ്പോസ്തോലന്മാരെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുകയാണ്. അതുപോലെ ആത്മനിറവുള്ളവര് വിശക്കുകയാണ് ദൈവവചനത്തിന് വേണ്ടി. അവിടെ ആ കണ്ടിന്യൂലി എന്ന് പറയുന്നാൽ കോൺസ്റ്റന്റ് ആയിട്ട് ദൈവവചനത്തിന് അവർ എക്സ്പോസ്ഡ് ആകുക. അതുപോലെ ഡിവോട്ടഡ് എന്ന വാക്ക് മലയാളത്തിൽ ഇല്ലത്. അത് ശരിക്കും അതിന്റെ അർത്ഥം മലയാളത്തിലെ വാക്ക് ഉപയോഗിച്ചാൽ 6-ാം അധ്യായത്തിൽ നിന്ന് വാക്കെടുത്താൽ ഉറ്റിരിക്കുക എന്ന അതിന്റെ അർത്ഥം. വചനധ്യാനത്തിൽ ഉറ്റിരിക്കുക, സിംഗിൾ മൈൻഡഡ് ആയിട്ട് പെർസ്യൂ ചെയ്യുക, ഒരു സ്റ്റബേൺ പെർസ്യൂയിങ്. എനിക്ക് വചനം കേൾക്കണം, വചനം അനുസരിക്കണം. അത് ഡിസ്ട്രാക്റ്റ് ആകാൻ അനുവദിക്കാത്ത ഫുൾ കോൺസെൻട്രേഷൻ ഉള്ള ആളുകൾ. ഇതാണ് ആത്മനിറവുള്ളവരുടെ ഒരു പ്രത്യേകത. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരു സീരിയസ് കമ്മിറ്റ്മെന്റ് അവർക്കുണ്ട് ദൈവവചനം കേൾക്കാൻ. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. അവിടെ അല്പം കൂടെ നിൽപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ ഞാൻ സൂചിപ്പിച്ചു, ഇതെന്താണ് ഇങ്ങനെ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരോട് കൽപ്പിച്ചിരിക്കുകയാണ്, പുതിയ കൺവേർട്സിനെ പഠിപ്പിച്ച് എന്റെ ശിഷ്യരാക്കണം. അവരാ ദൗത്യമാണ് ചെയ്യുന്നത്.
ഇപ്പൊ നമ്മുടെ ഇടയിൽ പുതുതായിട്ട് ഒരാൾ വരുന്നു, നമ്മൾ എന്താണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്? ഓക്കെ, രക്ഷിക്കപ്പെട്ടോ പെട്ടില്ലയോ എന്ന് പോലും അധികം ചെക്ക് ചെയ്യാറില്ല. ഏതായാലും സ്നാനപ്പെടുത്തണം. അപ്പൊ അതിനുള്ള ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നു, ആളിനെ സ്നാനപ്പെടുത്തും. ഇനി എന്താ? നീ കർത്തൃമേശ എടുക്കണം. ഇനി എന്താ? സഭായോഗത്തിന് വരണം, നല്ലപോലെ ജീവിക്കണം, അത്രേ ഉള്ളൂ. ആ ഒരു ചിന്തയല്ല ഇവിടെ. യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുവാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ പഠിപ്പിക്കുകയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം അവരെ ഉപദേശിച്ചും കൊണ്ട് ശിഷ്യരാക്കണം. ഡിസൈപ്പിൾ, മഥിറ്റസ് എന്ന വാക്കിന്റെ അർത്ഥം ലേണർ, പഠിക്കുന്നവൻ, സ്റ്റുഡന്റ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സഭയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ശിഷ്യരെ ഉളവാക്കുക. അപ്പൊ ഇവിടെ ഒരു നിമിഷം പോസ് ബട്ടണിൽ ഒന്ന് ഞെക്കുക. ആർ വി ഡൂയിങ് ദാറ്റ്? അപ്പൊ നമ്മളിങ്ങനെ ദൈവവചനം കേൾക്കുന്നു, നമ്മൾ കുറെ പേര് നോട്ട് എഴുതി എടുക്കുന്നു. നമ്മളോടുള്ള സന്ദേശം എന്താ? നമ്മുടെ ചർച്ച് ആ ഗോളിലാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് ദൈവവചനം പഠിപ്പിച്ച് ഈ പുതിയ കൺവേർട്സിനെ യേശുവിന്റെ അനുയായിയാക്കുക. നിങ്ങൾ സുവിശേഷങ്ങൾ ശ്രദ്ധിച്ചാല് എല്ലായിടത്തും കർത്താവ് ആളുകളെ വിളിക്കുമ്പോൾ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കം ഫോളോ മീ. അതിന്റെ അർത്ഥം എന്താ? എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ അർത്ഥം എന്റെ ലൈഫ് സ്റ്റൈല് പോലെ ജീവിക്കുക, എന്റെ കാൽച്ചുവടുകൾ പിൻപറ്റുക, എന്റെ മാതൃക പിൻപറ്റുക. ഇതാണ് എല്ലാ രക്ഷിക്കപ്പെട്ട ആളുകളുടെയും വിളി. അപ്പൊ അതിനുള്ള ട്രെയിനിങ് ഗ്രൗണ്ടാണ് ശരിക്കും ദൈവസഭ. വളരെ ദുഃഖത്തോടെ ഞാൻ പറയുകയാണ്, ഞാൻ അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. പക്ഷെ എൻ്റെ തീവ്രമായ ദുഃഖത്തിൽ നിന്ന് ഞാൻ പറയും, ഇന്ന് എത്ര ചർച്ചുകളിൽ ഇത് ക്രമീകൃതമായി ചെയ്യുന്നു. ഒരു കാലഘട്ടത്തിൽ പെന്തക്കോസ്റ്റിൽ അങ്ങനെയായിരുന്നു. പിൻകാലങ്ങളിൽ എവിടെയോ ക്രമീകൃതമായ ഒരു ഡിസിപ്ലിൻഡ് ദൈവവചന പഠിപ്പിക്കൽ, പഠനം എവിടെയോ നമുക്ക് നഷ്ടമായി. ദൈവവചന ശുശ്രൂഷകൾ മറ്റു പല ശുശ്രൂഷകൾ റീപ്ലേസ് ചെയ്തു പോയോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ പോലെ ഞങ്ങളുടെ സഭയെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ വാട്ട് ഡു യു മീൻ? 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ പോലെ ആകണമെങ്കിൽ ഒന്നാമത് ജനം ദൈവവചനം പഠിക്കണം. അത് കുറെ ഇൻഫർമേഷൻ തലയെ സ്റ്റോർ ചെയ്യാനല്ല, അത് ജീവിതത്തിലേക്ക് ഇറങ്ങി ട്രാൻസ്ഫോർമേഷൻ നടക്കണം. ഞാൻ ഒരു പാസ്റ്ററാണ്, ഒരു ലോക്കൽ ചർച്ച ഉണ്ട്. വളരെ ദുഃഖകരമായ കാര്യം ഞാൻ പറയാം. ദൈവദാസന്മാര് ദൈവവചനം പറയണം, അത് നാണയത്തിന്റെ ഒരു വശം. പറഞ്ഞാലും ഈ ചേമ്പലെ വീഴുന്നത് പോലെ ആയാലോ? ഇത് അവരാണ് പഠിക്കാൻ വരുന്നത്, അവരിത് പഠിച്ച് ഉൾക്കൊള്ളാൻ വരിക, ചേഞ്ച് ആകാൻ വരിക. രക്ഷിക്കപ്പെട്ടു, അവർ പ്രസംഗം കേട്ടു, കുത്തുകൊണ്ടു, രക്ഷിക്കപ്പെട്ടു, കംപ്ലീറ്റ് ആയില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവരിൽ രൂപാന്തരം വരണം. ഈ കാര്യത്തിൽ എത്ര ദൈവമക്കൾ ഉത്സാഹിക്കുന്നുണ്ട്. അത് കേവലം ഈ ദൈവവചനം കേൾക്കുമ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് വ്യക്തിപരമായി ഈ ആഗ്രഹമുണ്ടായ ഒരു സ്റ്റഡി, വ്യക്തിപരമായി ദൈവവചനം പഠിക്കുന്ന എത്ര വിശുദ്ധന്മാരുണ്ട്. അതല്ലേ ആത്മാവുള്ളവർക്ക് ഉണ്ടാകേണ്ട പ്രചോദനം. ഇതാണ് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഞാൻ പിന്നെ ആവർത്തിക്കാം, അവര് പെർഫെക്റ്റ് അല്ല, പക്ഷെ സ്പിരിറ്റ് ഫിൽഡ് എന്ന നിലയിൽ അവര് ദൈവവചനത്തിന് മുൻതൂക്കം കൊടുക്കുകയാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് they were devoted for that. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു പ്രസംഗി ആരുമാകട്ടെ, ഗസ്റ്റ് ആകട്ടെ അല്ലാത്ത ആകട്ടെ, അപ്പോസ്തോലിക ഉപദേശമോ ദൈവവചനമല്ലാതെ സ്വന്തമായി കുറെ കാര്യങ്ങൾ ഇടുന്ന ഒരു രംഗമാകട്ടെ,
പാട്ടുകൾ പാടുമ്പോൾ വചനവിരുദ്ധമായ ലിറിക്സ് ഉപയോഗിക്കുന്ന ഒരു രംഗമാകട്ടെ, എന്തുമാകട്ടെ, നമ്മുടെ ഉള്ളിൽ ഒരു തേങ്ങലുണ്ടോ? We are devoted to the apostolic teaching. ഏത് കാര്യത്തിനും കൈയടിക്കുന്നവരല്ല ആത്മനിറവുള്ള ദൈവമക്കൾ എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. നമ്മുടെ ഈ യൗവനക്കാരുടെ മീറ്റിങ്ങുകൾ ഒക്കെ നമുക്കറിയാം. അതുപോലെ സ്മോൾ ഗ്രൂപ്പ്സ് എന്തൊക്കെയാണ് നടക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇവിടുത്തെ ഈ യൗവനക്കാരുടെ മീറ്റിംഗ് തട്ടുകട നടത്തുക, കോറിയോഗ്രഫി നടത്തുക. ഇതാണോ 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ നമ്മുടെ മുൻപിൽ കാണിച്ച മാതൃക? നമ്മൾ നോക്കിക്കുക എങ്ങനെയാ വഴുതിപ്പോയത്. നിങ്ങൾ ഇന്ന് പെന്തക്കോസ്റ്റിലുള്ള ഏത് മീറ്റിംഗ് നോക്ക്, ഉപവാസ പ്രാർത്ഥനയിലും പ്രാർത്ഥന കുറച്ചേ ഉള്ളൂ. ആരെങ്കിലും ഒരു ഗസ്റ്റിനെ വിളിച്ച്, അത് അറിയപ്പെടുന്ന ഒരാളിനെ വിളിച്ച് ഇവൻ ഇളക്കും. ഒന്നിൽ ഇളക്കും, അല്ലെങ്കിൽ ജോക്ക് പറയും. എന്റർടൈൻമെന്റ് ആണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. വിവാഹ ശുശ്രൂഷകളെ നോക്ക്, കോംപ്രമൈസ് ചെയ്യുന്നത് എന്താ? വചനം. ഫ്യൂണറൽ ശുശ്രൂഷകൾ നോക്ക്, പറയേണ്ടതും പറയേണ്ടാത്തതും എല്ലാം പറഞ്ഞ് അവസാനം സമയം പോയതുകൊണ്ട് 10-15 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം പറഞ്ഞ് 2-3 കാര്യം പറഞ്ഞ്. Everywhere there is only one aspect that we compromise. It is the pure impartation of the word of God. ബാക്കിയെല്ലാം ഉണ്ട്. വിവാഹ ശുശ്രൂഷ ചെയ്താ ഫോട്ടോ ഇന്ന് എടുക്കണ്ടെന്ന് ആരെങ്കിലും പറയുമോ? ഭക്ഷണം കഴിക്കണ്ടെന്ന് പറയുമോ? എന്തുവാ മാറ്റിവെക്കാൻ ഒക്കുന്നത്? 10:30 പറഞ്ഞാൽ 11:30 ആകുമ്പോ കയറി വരും. ഉപദേശിയുടെ ചെവിയിലോട്ടൊന്ന് പറയും, പാസ്റ്ററെ സമയത്തിന് നിർത്തണേ. 11:30 വന്നേച്ച് 12:30 നിർത്തണം. ഉപദേശിമാരും മിടുക്കരാണ്. അവര് മിക്കവരും 1-2 കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യം റെഡിയാക്കും. ഞാൻ ഒരിക്കലും ഒരു വിവാഹ ശുശ്രൂഷയിൽ പോയി. വളരെ അനുഗ്രഹീതനായ അറിയപ്പെട്ട ഒരു കർത്തൃദാസനാണ് വിവാഹ ശുശ്രൂഷ നടക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്തേടാ നന്നായിട്ടെന്ന് ദൈവവചനമൊക്കെ അദ്ദേഹം ശുശ്രൂഷിക്കുമല്ലോ. ഞാൻ അന്തം വിട്ടുപോയി. ഉഴപ്പി ഒരു 10 മിനിറ്റ് കൊണ്ട് അദ്ദേഹം കാര്യം പറഞ്ഞ് എല്ലാം റെഡിയാക്കി കൈകൊണ്ടു. ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് അദ്ദേഹത്തോട്, എനിക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയി, പാസ്റ്ററെ നല്ലൊരു സദസ്സായിരുന്നല്ലോ, നമുക്ക് ദൈവവചനം പറയായിരുന്നല്ലോ. അത് എന്നോട് പറയണ അമ്മമാർക്ക് വേണ്ട, പിന്നെ നമുക്കാണ്. എന്താ ചെയ്യുന്നത്? ആർക്കും വേണ്ട. വി ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്. ഇതിൽ സഫർ ചെയ്യുന്നത് നമ്മുടെ യൂത്ത്സ് ആണ്. ദേ ആർ നോട്ട് ബീങ് ഫെഡ് ദ ട്രൂ ഗോസ്പൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, ഇനിയും ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് നിങ്ങൾ അല്പം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. വാട്ട് ഈസ് പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ്? വേർഡ് മിനിസ്ട്രി അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിക്കാൻ വന്നു. നാണയത്തിന്റെ മറുവശം അവര് പഠിപ്പിച്ചു. എന്താ ഈ വചന ശുശ്രൂഷ? നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഉൽപ്പത്തി എന്നൊരു വാക്യം വായിച്ചു, പിന്നെ ചരിത്ര പുസ്തകത്തിലൂടെ കയറി, വലിയ പ്രവാചകന്മാർ ചെറിയ പ്രവാചകന്മാരിലൂടെ കയറി, സങ്കീർത്തനം സദൃശ്യവാക്യത്തിലൂടെ കയറി, അവസാനം വെളിപ്പാട് പുസ്തകത്തിൽ വന്ന് നിന്നു. എന്താണ് പ്രസംഗിച്ചെന്ന് പ്രസംഗിക്കും അറിയത്തില്ല, കേട്ടവർക്ക് അറിയത്തില്ല. ദാറ്റ് ഈസ് നോട്ട് വേർഡ് മിനിസ്ട്രി. ഏതെങ്കിലും ഒരു വാക്കോ വാക്യമോ എടുത്തിട്ട് എന്റെ മനസ്സിലുള്ള കുറെ ആശയങ്ങൾ തട്ടിവിടുക. ആ പുസ്തകത്തിലെ ആ വാക്യത്തിന് അതിന്റെ കോണ്ടെക്സ്റ്റുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തത് പറഞ്ഞാൽ അത് ദൈവവചന ശുശ്രൂഷയല്ല. ലെറ്റ് മീ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഈ 2-ാം അധ്യായത്തില് അപ്പോസ്തലന്മാരെങ്ങനെയാണ് പ്രസംഗിച്ചത്? 2-ാം അധ്യായത്തിൽ 14-ാം വാക്യം മുതൽ 36-ാം വാക്യം വരെ പ്രസംഗമാണ്. ആ പ്രസംഗം നിങ്ങളൊന്ന് അനലൈസ് ചെയ്യും. എന്ത് ടൈപ്പ് പ്രസംഗമാണിത്? 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവരുടെ അനുഭവമെന്ന് കളിയാക്കുന്നവരുടെ നടുവിൽ എഴുന്നേറ്റ് കാര്യം പറയാം. അപ്പൊ എന്തെങ്കിലും ആയി പറയുന്നതല്ല, ചുമ്മാ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ അതല്ല. പഴയ നിയമത്തിലെ അവരുടെ വേദപുസ്തകം അതായിരുന്നു. ആ കാര്യങ്ങൾ എടുത്തുകൊണ്ട്
ഇതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇതിന്റെ നിവൃത്തിയാണ്. 2:22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനം 16 കോട്ട് ചെയ്തുകൊണ്ടാണ് പീറ്റർ സംസാരിക്കുന്നത്. See, what you are hearing and what you are seeing, ഇത് നേരത്തെ ഉള്ള അരുളപ്പാടിന്റെ നിവൃത്തിയാണ്. He is explaining, exposing the scripture. ഇനി let me give you a little more analysis about this. ഈ 2-ാം അധ്യായത്തില് യോവേൽ പ്രവാചകന്റെയും സങ്കീർത്തനത്തിന്റെയും വാക്യങ്ങളൊക്കെ ഉദ്ധരിച്ച് യേശുക്രിസ്തു മശിയ ആണെന്ന് പത്രോസ് ഈ പാരമ്പര്യ യഹൂദന്മാരുടെ മുൻപിൽ തെളിയിക്കുക. അപ്പൊ തെളിയിക്കുമ്പോൾ എന്തുവാ പറഞ്ഞത്? അവരുടെ മെസ്സേജ് ശ്രദ്ധിക്കണം. 22-ാം വാക്യത്തിൽ യേശുവിന്റെ ജീവിതവും ശുശ്രൂഷയും, 23-ൽ യേശുവിന്റെ മരണം, 24 മുതൽ 32 വരെ യേശു ഉയർത്തെഴുന്നേറ്റു, 33 മുതൽ 36 വരെ യേശുവിന്റെ എക്സോൾട്ടേഷൻ. എന്തുവാ ഇത്രയും പറഞ്ഞത്? ക്രൈസ്റ്റ് സെന്റേർഡ്, എക്സ്പ്ലെയിനിങ്, ഗ്രൗണ്ടഡ് ഓൺ ദ സ്ക്രിപ്ചർ. ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ നമ്മുടെ ചർച്ചയിലുണ്ടോ? അതാണ് ശരിക്കും വചന ശുശ്രൂഷ. എക്സ്പോസിറ്ററി മെസ്സേജ്, എക്സ്പ്ലെയിനിങ് ദ സ്ക്രിപ്ചർ. ആളുകൾക്ക് മനസ്സിലായി ഇതാണ് അത്, ഇതാണ് എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥം. അല്ലാതെ നമ്മള് ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് കൈയടി, ആരാധിക്കുക. എന്താണ് ആരാധന? മോസ്റ്റ് ഓഫ് ദ പ്രീച്ചേഴ്സ് ആർ മാനിപ്പുലേറ്റിംഗ് അവർ ഇമോഷൻസ്. വൈകാരികമായി ഇളക്കുക. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നില്ലേ, ഇന്നൊരു മൂവ് ഇല്ലായിരുന്നു. എന്താണ് മൂവ്? എത്ര വലിയ അപകടത്തിലാണ് അപ്പോസ്തലന്മാർ ശുശ്രൂഷിച്ചത് ഇങ്ങനെ. അല്ലാതെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഏതെങ്കിലും ഒരു സ്ക്രിപ്ചർ എടുത്തിട്ട് അവരുടെ എന്തോ അജണ്ടകൾ സാധിപ്പിക്കാൻ വേണ്ടി വചനത്തെ കോട്ടുക അല്ല. അവർ കൃത്യമായിട്ടും വചനമെടുത്ത് ആ സ്ക്രിപ്ചറിനെ ദൈവം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് കേൾവിക്കാർക്ക് മനസ്സിലാക്കി അപ്ലൈ ചെയ്യാണ്. അതല്ലേ വചന ശുശ്രൂഷ. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടെന്ന് പറയുമ്പോൾ ഞാൻ ബൈബിൾ വാക്യമാ ബ്രദറെ വായിച്ചത്. ബൈബിൾ വാക്യം ബ്രദർ വായിച്ചിട്ട് ബ്രദറിന് തോന്നുന്ന എന്തേലും പറയുന്ന വചന ശുശ്രൂഷയല്ല. ബൈബിൾ കൈ പിടിച്ച ഉടനെ വചന ശുശ്രൂഷയാകത്തില്ല. അപ്പൊ ഇതിലൊരു വിഷയമുണ്ട്. എന്താണ് വിഷയം? അങ്ങനെ നമ്മൾ പ്രസംഗിക്കുകയോ പഠിപ്പിക്കണോ ചെയ്യണമെങ്കിലേ പ്രാർത്ഥനാപൂർവം കുത്തിയിരുന്ന് വേദോസ്തവം പഠിക്കണം. പ്രത്യേകിച്ച് പുതിയ നിയമം. പഴയ നിയമത്തിൽ ദാവീദ് ഇപ്പോൾ എറിയാൻ പോകുന്നു, എറിയും, മിക്കവാറും ഇന്ന് എറിയും. ഇപ്പോൾ ഗോലിയാത്ത് വീഴും, കൈയടിച്ച് നമുക്ക് ആരാധിക്കാം, ഒറ്റ കല്ലുകൊണ്ട് വീഴും, ഇപ്പോൾ വീഴും. പണ്ടാരാണ്ട് തമാശനായിരിക്കും പറഞ്ഞത്, 2 ഞായറാഴ്ച ഇത് കേട്ടു, 3-ാമത്തെ ഞായറാഴ്ച ചെറുക്കം പറഞ്ഞു, ഭാഷ ഇന്നേലും അങ്ങ് എറിഞ്ഞു തീർക്കാൻ. അത് വചന ശുശ്രൂഷയല്ല. ഞാൻ ചോദിക്കട്ടെ, പുതിയ നിയമത്തിൽ ഇങ്ങനെ പറയാൻ ഒക്കുമോ? ഉദാഹരണം മത്തായി 5:3, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. 1 മണിക്കൂർ ഈ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കാൻ ഒക്കുമോ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ആരാണ്? ആത്മാവിൽ ദരിദ്രരായവരാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പ്രസംഗമാവും. പണ്ട് ഞങ്ങളുടെ ഒരു നേതാവിനോട് ഒരാൾ ചോദിച്ചു, യഹോവ എന്റെ ഇടയനാകുന്നു, മുട്ടുണ്ടാകുകയില്ല കാരണം യഹോവ ഇടയനാകുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണോ പ്രസംഗം? ഇതെന്തിനാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്? ഇവിടെ നമുക്ക് വീഴ്ച വന്നു, നമ്മള് ട്രാപ്പിലാണ്. ഇത് പ്രസംഗികളോടുള്ള ബന്ധത്തിൽ. കേൾവിക്കാർക്കും ഇപ്പൊ ഡയറ്റ് ഇത് മതി. കാരണം ഇപ്പൊ ഏതാണ് വീട്ടിലെ ആഹാരം, ഏതാണ് ഒറിജിനൽ, തട്ടുകടയിലെ ഏതാ ഒന്നും അറിയില്ല. എപ്പോഴും സെർവ് ചെയ്യുന്ന ഇതാണ്. We have made a big mistake. സ്പിരിറ്റ് ഫിൽഡ് ചർച്ചിൽ കാണുന്നത് എക്സ്പോസിറ്ററി മെസ്സേജ്. അത് പാസ്റ്റേഴ്സിന് ടഫാണ്. ഓരോ ബുക്കുകൾ എടുത്ത് ക്രമീകൃതമായി പഠിപ്പിക്കുക. ഇറ്റ്സ് എ വെരി വെരി ഹാർഡ് തിങ്.
അങ്ങനെ ഒരു ദൈവവചനത്തെ സ്നേഹിക്കുന്ന, ശരിക്കും ഈ ദൈവവചനം ആ നിലയിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴല്ലേ ദൈവത്തിന്റെ മനസ്സെന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിന്റെ മനസ്സ് ഈ പുസ്തകത്തിനകത്ത് വെളിപ്പെടുത്തിയിരിക്കുക. പക്ഷെ ഇത് പറഞ്ഞു തരാൻ ആളില്ല, ഇതിപ്പോ കേൾക്കാനുമില്ല. കാരണം നമുക്ക് ഇഷ്ടമുള്ള ദൂത് ഇക്കാമ കിട്ടുമോ? പത്തനാപുരത്തുണ്ടാക്കുന്ന വീടിന്റെ 2ാം നില ശരിയാകുമോ? ഇതിനുള്ള ദൂതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ജീസസ് പ്രൈമറിലി വന്നത് ഇതിനൊന്നും അല്ല എന്ന് നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. സഭ ചെയ്തത്, they have ignored the teaching and preaching of the word. ഹോശേയ പ്രവചനം 4-ാം അധ്യായം 6-ാം വാക്യം എന്താണ് വേദപുസ്തകം പറയുന്നത്? My people are destroyed for lack of knowledge. ദൈവവചനത്തിലെ അറിവുകൾ, നോളജ് ഇല്ലാത്തതുകൊണ്ട് the people are destroyed. എത്ര ദുഃഖകരമായ, സങ്കടകരമായ ഒരു കാര്യമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രിയരെ. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് തിങ്. നമ്മളതൊന്ന് സമ്മറൈസ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വലിയൊരു ട്രാപ്പിലാണ് നമ്മൾ. അതിനകത്ത് നിന്ന് വേർപെട്ട ദൈവ സമൂഹം പുറത്തു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയല്ലായിരുന്നു. ഈ പെന്തക്കോസ്റ്റൽ അനുഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ബഹുമാന്യരായ ആ പിതാക്കന്മാർ, അവർ ദൈവവചനമാണ് പ്രസംഗിച്ചത്. പക്ഷേ ഒരു കഴിഞ്ഞ 25-30 വർഷമായി ചെറിയ മാറ്റങ്ങളായി. അത് പിന്നീട് വൻ മാറ്റങ്ങളായി. ഇനി ഈ യെരുശലേം സഭയിലെ വേർഡ് മിനിസ്ട്രിയുടെ റെഫറൻസുകൾ ഞാനൊന്ന് തരാം. അവർ നോക്കിയേ എത്ര പ്രാധാന്യമായിട്ടാണ് ഇത് ചിന്തിച്ചതെന്ന്. ഒന്ന് ഞാൻ നിങ്ങൾക്ക് തന്നു, 2-ാം അധ്യായത്തിന്റെ 14 മുതൽ 36 വരെ. അതാണ് പത്രോസിന്റെ ഫസ്റ്റ് മെസ്സേജ്. 3-ാം അധ്യായം 12 മുതൽ 26 വരെ പത്രോസിന്റെ 2ാമത്തെ മെസ്സേജ്. 4:20 ആ വാക്യം ശ്രദ്ധിക്കണം. ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. അടിച്ചമർത്താൻ ശ്രമിച്ചവരോട് പറയാ, നോ വി ഗോ ടു പ്രീച്ച്. 4:29 മുതൽ 33 വരെ പ്രതികൂലത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് പ്രതികൂലം മാറാനല്ല, പ്രതികൂലത്തിന്റെ നടുവിൽ പ്രാഗൽഭ്യത്തോടെ ഞങ്ങൾക്ക് വചനം പറയണം. അതിനാണ് ഇരുന്ന ഇടം കുലുങ്ങി ആത്മാവിന്റെ വലിയ പകർച്ച ഉണ്ടായി എന്നൊക്കെ നമ്മൾ ആ വേദഭാഗത്തിൽ കാണുന്നത്. നോക്കിക്കേ, യെരുശലേം സഭ ദൈവവചനത്തിന് കൊടുത്ത ആ മുൻതൂക്കം. 5:20-21 വാക്യത്തിൽ ജയിലിൽ കിടക്കുന്നവരെ ദൂതൻ വന്ന് വിടുവിച്ചിട്ട്, എന്തിനാണ് ദൂതൻ വന്ന് വിടുവിക്കുന്നത്? പ്രസംഗിക്കാൻ. ടു പ്രീച്ച് ദ ഫുൾ മെസ്സേജ് ടു ദ പീപ്പിൾ. യേശുവിനെ ക്രിസ്തുവെന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 5:42. 1ാം ക്ലാസ് ആടിയാ മേടിച്ചത്. they were flogged. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്ന് വീടാന്തോറും കയറി സുവിശേഷം പറയും. ഇതെല്ലാം യെരുശലേം സഭയിൽ ഉണ്ടായ കാര്യങ്ങളാണ്. 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, 6:4 സഭയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പോസ്തലന്മാരൊരൽപ്പം ഡൈവേർട്ടായി. അവര് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു. അങ്ങനെ സഭയിൽ പ്രശ്നമായി. അപ്പൊ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒന്നാമത് അവർക്ക് മനസ്സിലായത് അവർക്ക് പ്രശ്നമുണ്ടെന്ന്. അവരുടെ ഭാഗത്തൊരു ക്രമീകരണം ആവശ്യമാണ്. എന്താണ് അവർ പറഞ്ഞത്? ഞങ്ങൾ പ്രാർത്ഥനയിലും ദൈവവചനത്തിൽ ഉറ്റിരിക്കും. നിങ്ങൾക്കല്ലേ പ്രശ്നം? ഒരു 7 പുരുഷന്മാരെ, ആത്മാവുള്ളവർ, നല്ല സാക്ഷ്യമുള്ളവര്, ഒരു 7 പുരുഷന്മാരെ നിങ്ങൾ തെരഞ്ഞെടുത്തോളാം.
അങ്ങനെ തെരഞ്ഞെടുത്ത് അവരുടെ മേൽ പ്രാർത്ഥിച്ച് കരം വെച്ച് അവരെ നിയോഗിക്കുന്നു. മറ്റേത് ഇവര് പോയി അതും ചെയ്യാൻ തുടങ്ങി, സമയമില്ലാതെ വന്നു. അവിടെയും കണ്ടു അവർ പറയുന്നത് ആ ദൈവവചനത്തിലുള്ള ഇമ്പോർട്ടൻസ്. അങ്ങനെ 6:7 പറയുന്നത് ശിഷ്യന്മാര് വർദ്ധിച്ചെന്ന്. 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, ഈ തെരഞ്ഞെടുത്ത 7 പേരിലെ ഒരുവനായിരുന്നു സ്തേഫാനോസ്, ദൈവസഭയുടെ ആദ്യത്തെ രക്തസാക്ഷി. അദ്ദേഹത്തെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹി വാസ് എ പ്രീച്ചർ ഓഫ് ദ വേൾഡ്. 7-ാം അധ്യായമാണ് സ്തേഫാനോസിന്റെ ഏക പ്രസംഗം. At the end of the message, he was martyred, killed. 8:4 ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. കടുത്ത പ്രതികൂലം പൗലോസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായി. ആളുകൾ നാനാ ഇടത്തേക്ക് ചെതറി. പക്ഷെ ചെതറിപ്പോയവർ വീടും വിട്ട് സകലതും വിട്ട് ഓടുക. പോയവരെല്ലാം വചനം പ്രസംഗിച്ചു, സഭകൾ പ്ലാൻ ചെയ്തു. എന്താണ് ആ ട്രെയിനിങ്? ആ സഭയില് യെരുശലേം സഭ, they loved the word. They were devoted to the apostolic teaching. Praise the Lord. ശിഷ്യത്വത്തിലേക്ക് ദൈവത്തിന്റെ ജനം വരാൻ വേറെ യാതൊരു മാർഗവും ദൈവം വെച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തില് ഇതിപ്പം ഞാനിത് പറയുന്നോണ്ട് ഈ പറയുന്ന ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിൽ ഉൾപ്പെടെ ഈ ഒരു മാറ്റമാണ് വരേണ്ടത്. ശരിക്കും നിങ്ങള് ഈ മൂപ്പന്മാരുടെ ക്വാളിഫിക്കേഷൻ നോക്കിയാൽ തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 9 വരെ, 1 തിമോത്തിയോസ് 3-ാം അധ്യായം 1 മുതൽ 7 വരെ 2 ലിസ്റ്റുകളാണ്. ഈ 2 ലിസ്റ്റും കൂടെ ചേർത്ത് പഠിച്ചാൽ 4-5 കൂട്ടം കാര്യങ്ങൾ കാണാം. 1, ഉപദേശിയുടെ പേഴ്സണൽ ലൈഫ്. 2, ഫിനാൻഷ്യൽ ലൈഫ്. 3, ഫാമിലി ലൈഫ്. 4, സോഷ്യൽ ലൈഫ്. 4 കാര്യങ്ങളിൽ ഉപദേശിയുടെ ജീവിതം, ലൈഫ് എങ്ങനെയായിരിക്കണം. 5-ാമത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ. ഹി മസ്റ്റ് ബി ഏബിൾ ടു ടീച്ച് ഗോഡ്സ് വേർഡ്. ജീവിതവും വേണം, മെസ്സേജും വേണം. Praise the Lord. ദൈവം അങ്ങനെയാണ് ദൈവസഭകളിൽ, പ്രാദേശിക സഭയിൽ മൂപ്പന്മാരെ നിയമിച്ചിരിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 20:28 പറയുന്നത് പരിശുദ്ധാത്മാവാണ് മൂപ്പന്മാരെ ലോക്കൽ സഭയിൽ നിയോഗിക്കുന്നത് എന്നതാണ്. ആത്മാവ് നിയോഗിക്കുന്ന നേതൃത്വം ദൈവവചനത്തിന് മുൻതൂക്കം കൊടുക്കുന്ന നേതൃത്വമാണ്. ആത്മാവിനാലും വചനത്താലും രക്ഷാനിർണയം പ്രാപിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ ദൈവവചനത്തെ സ്നേഹിച്ച് അത് കേൾക്കാനും പഠിക്കാനും വരുന്നവരാണ്. വചനത്താലാണ് നാം രക്ഷിക്കപ്പെടുന്നത്, വചനത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്, വചനത്താലാണ് അനുദിനം ക്രിസ്തീയ പക്വതയിലേക്ക് വരുന്നത്. വചനം വേണ്ട നിലയിൽ ഗ്രഹിപ്പാനോ പഠിക്കാനോ സാധിച്ചില്ലെങ്കിൽ ആത്മീക ജീവിതം ശുഷ്കിച്ചു പോകും എന്ന യാഥാർത്ഥ്യമാണ് ബൈബിൾ നമുക്ക് തരുന്നത്. ഞാൻ 2-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുകയാണ്. 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ, അതിന്റെ 42-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചു. ആത്മനിറവുള്ള സഭയിൽ കൂട്ടായ്മയുണ്ട്. ദേ ഡിവോട്ടഡ്. അവിടെ ആ ഡിവോട്ടഡ് എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. കണ്ടിന്യൂലി ഡിവോട്ടഡ് ടു ഫെലോഷിപ്പ്. കൊയിനോനിയ എന്ന ഗ്രീക്ക് പദം ഫെലോഷിപ്പ് ആദ്യമായിട്ട് പുതിയ നിയമത്തിൽ കാണുന്നത് ഇവിടെയാണ്. ഇതായിരുന്നു ദൈവസഭയുടെ സെക്കൻഡ് കമ്മിറ്റ്മെന്റ്, ഫെലോഷിപ്പ്.
ഈ ഫെലോഷിപ്പ് എന്ന വാക്ക്, കൂട്ടായ്മ എന്ന വാക്ക്, ഓ വി ഹാഡ് ഫെലോഷിപ്പ് ടുഡേ, വാട്ട് യു മീൻ? അത് കുഞ്ഞോൻചാനും ചാക്കോച്ചാനും കൂടെ കണ്ടപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത ഫ്രീസിലോടെ എന്തുകൊണ്ട് നാട്ടിലൊക്കെ അങ്ങ് കോഴഞ്ചേരിയിലൊക്കെ എന്തുണ്ട് വിശേഷമൊക്കെ എല്ലാം ചോദിച്ചു. നല്ല കൂട്ടായ്മയാണ്. ഗൾഫിലെ നിങ്ങളുടെ സിറ്റുവേഷൻ എനിക്ക് അറിയത്തില്ല, ഈ വിദേശ യൂറോപ്പിലും ഒക്കെ അമേരിക്കയിലൊക്കെ അങ്ങനെ അവർക്കൊരു പ്രത്യേക സ്ഥലമുണ്ട്. എന്താണ്? ഫെലോഷിപ്പ് ഹാൾ. കുക്കീസും ഒക്കെ കഴിച്ച് അബൂസായും ഒക്കെ കഴിച്ച് ചായയൊക്കെ കുടിക്കുക. ഗുഡ് ഫെലോഷിപ്പ് മേ ബി. പക്ഷെ വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് അല്പം കൂടെ ആഴത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൊയിനോനിയ ഫെലോഷിപ്പ് എന്ന വാക്കിന്റെ അർത്ഥം പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഷെയറിംഗ്, പങ്കുവയ്ക്കൽ. ഈ അർത്ഥം വരുന്ന വാക്കാണ് കൊയിനോനിയ. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അങ്ങനെ രക്ഷകനായി സ്വീകരിച്ച എല്ലാവരും തമ്മിൽ നമുക്കൊരു കൂട്ടായ്മയുണ്ട്. വെളിയിലുള്ളവരോട് അവര് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ഫെലോഷിപ്പ് ഉള്ളത് വിശ്വാസികൾ തമ്മിലാണ്. എന്താ നമ്മുടെ കോമൺ കാര്യം? We have accepted Jesus Christ as our personal savior. ദൈവ മക്കളെല്ലാം തമ്മിൽ ഒരു കൂട്ടായ്മയുണ്ട്. We share Christ together. അല്ലേ? ഉപദേശം ഒന്നാണ്, ദൈവിക തൃത്വം എല്ലാവർക്കും. We believe in the same God, the triune God. ആ നിലയിൽ നമുക്കെല്ലാം തമ്മിൽ ഒരു സ്പിരിച്വൽ ഫെലോഷിപ്പ് ഉണ്ട്. എന്നാൽ ഇവിടെ ഈ വാക്ക് എഴുതിയിരിക്കുന്നത് ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ പങ്കുവയ്ക്കൽ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ഞാൻ നാണയത്തിന്റെ രണ്ട് വശമാ. ഒന്ന് ആത്മീകമായി, ഉദാഹരണം 1 യോഹന്നാൻ 1:3 ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ, ആ വെർട്ടിക്കൽ കൂട്ടായ്മ അവർക്കുണ്ട്. എന്നിട്ട് ഈ സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുന്നത് നമുക്ക് തമ്മിൽ ഹൊറിസോണ്ടൽ കൂട്ടായ്മ ഉണ്ടാകണം, അല്ലെ? ബിക്കോസ് വി ഹാവ് എന്താ, ജീസസ് നമുക്ക് കോമൺ ആയിട്ടുണ്ട്. നമ്മൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. വി ആർ ഇൻ ദ സെയിം ഫെലോഷിപ്പ്. 2 കൊരിന്ത്യ ലേഖനം 13:14 പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആശീർവാദത്തിലൊക്കെ ഇത് പറയുന്നല്ലേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പൊ കൊയിനോനിയ ഈസ് എ ട്രിനിറ്റേറിയൻ എക്സ്പീരിയൻസ്. കോമൺ ഷെയർ ഇൻ ഗോഡ്, the Father, the Son and the Holy Spirit. അതൊരു വശമാണ്. അപ്പൊ ഈ 3000 കൺവേർട്സ് കർത്താവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ അന്യോന്യ ഒരു കൂട്ടായ്മയുണ്ട് ത്രൂ ക്രൈസ്റ്റ്. ഓക്കെ. എന്നാൽ ഇവിടെ ഈ കൊയിനോനിയ എന്ന പദം ഷെയറിങ്ങിലാണെന്ന് ഞാൻ പറയാൻ കാരണം 42ാമത്തെ വാക്യം കഴിഞ്ഞ് 43, 44 ഈ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവരൊരുമിച്ച് അപ്പം നുറുക്ക മാത്രമല്ല, അവരുടെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ്. നീഡിയായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ അവർ പങ്കുവയ്ക്കുക. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഫെലോഷിപ്പ്. ആത്മനിറവുള്ള സഭയിൽ പങ്കുവയ്ക്കലുണ്ട്. ഒരാൾക്ക് ജോലിയില്ല, ഒരാളുടെ വൈഫ് അഡ്മിറ്റഡ് ആണ്, ഒരാളുടെ കുഞ്ഞിന്റെ ഫീസ് കൊടുക്കാൻ ഒക്കുന്നില്ല. ചർച്ച് ഈസ് ഗെറ്റിംഗ് ഇൻവോൾവ്. സാമ്പത്തിക സഹകരണം, സാമ്പത്തികമായി സഹായിക്കുന്നു, വീട് വെച്ചു കൊടുക്കുന്നു, കുഞ്ഞുങ്ങളെ കല്യാണം കഴിപ്പിക്കുന്നു. നീഡിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതാണ് ഈ കോണ്ടെക്സ്റ്റിൽ കുറച്ചുകൂടെ ആ ഫെലോഷിപ്പ് എന്ന വാക്ക് ആ കോണ്ടെക്സ്റ്റിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാതെയും വാക്യങ്ങളുണ്ട്. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 3-4 വാക്യം വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള
ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അവിടെ കൂട്ടായ്മ കണ്ടോ? ഇൻ റിലേഷൻഷിപ്പ് ടു ഫിനാൻഷ്യൽ മീറ്റിംഗ് ഫിനാൻഷ്യൽ നീഡ്സ്. 2 കൊരിന്ത്യർ 9:12-13. ഈ നടത്തുന്ന ധർമ്മശേഖരം വിശുദ്ധന്മാരുടെ ബുദ്ധിമുട്ട് തീർക്കുന്നത് അല്ലാതെ ദൈവത്തിന് അനവധി സ്തോത്രം വരുവാൻ കാരണവും ആകുന്നു. ഈ സഹായത്താൽ തെളിയുന്ന സിദ്ധത ഹേതുവായി ക്രിസ്തുവിന്റെ സുവിശേഷം നിങ്ങൾ സ്വീകരിച്ച് അനുസരണ നിമിത്തവും അവരോട് എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യ നിമിത്തം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 44-45 വാക്യം. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകയെന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും. ആ പങ്കുവയ്ക്കൽ കൂട്ടായ്മയാണ്. എനിക്ക് ദൈവവുമായി ബന്ധമുണ്ട്, ആത്മീക കാര്യത്തിൽ നമുക്കൊരു കൂട്ടായ്മയുണ്ട്, ഭൗതിക കാര്യത്തിലും കൂട്ടായ്മയുണ്ട്. ചില ആളുകൾ പറയുന്നത് ഈ ദൈവമായിട്ട് നല്ല കൂട്ടായ്മയാണ്, ഞാനൊരു ദൈവവൈദ്യരാണ്, ഓക്കെ, പക്ഷേ ഹൊറിസോണ്ടൽ കാര്യത്തിൽ പ്രാർത്ഥിക്കാം ബ്രദറെ, ബ്രദർ വണ്ടി വിട്ടു, പ്രാർത്ഥിക്കാം, ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നു. വി ഡോണ്ട് ഗെറ്റ് ഇൻവോൾവ്. പക്ഷെ ഒരു സ്പിരിറ്റ് ഫിൽഡ് ചർച്ചിൽ ആ ഫെലോഷിപ്പ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ട്, യെരുശലേം സഭയിൽ ഇതൊരു കൽപ്പനയായിട്ട് അല്ല. കർത്താവ് അങ്ങനെ പറഞ്ഞില്ല, എല്ലാവരും വരുന്നവരെല്ലാം വിറ്റ് കൊടുക്കണം, ഇല്ല. അപ്പോസ്തലന്മാർ അങ്ങനെ പഠിപ്പിച്ചില്ല. ഇത് വോളണ്ടറിയാ, ആത്മാവ് കൊടുത്ത പ്രചോദനമനുസരിച്ച്. ഇറ്റ്സ് എ വോളണ്ടറി. The Spirit motivated them. സ്തോത്രം. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കാരണം 46-ാം വാക്യവും 45-ാം വാക്യവും ഒക്കെ നിങ്ങൾ ചേർത്ത് പഠിച്ചാൽ, അവര് വീടുകളിൽ അപ്പം നുറുക്കിയെന്ന് പറഞ്ഞപ്പോ എല്ലാവരുടെയും വീട് വിറ്റിട്ടില്ല. They still have houses. അല്ലെ, ഒരാൾക്ക് വീടുള്ളതൊരു പാപമല്ല. എന്നാൽ ഞാൻ എൻ്റെ സ്വന്തം ബ്രദറിനും സിസ്റ്ററിനും വേണ്ടി അവരുടെ ഒരു ആവശ്യത്തിന് ഞാൻ സഹായിക്കും. അത് കണ്ടു നിൽക്കത്തില്ല. അവരുടെ ആവശ്യങ്ങൾ നിറവേറാതെ വരുമ്പോൾ ഞാൻ കണ്ടു നിൽക്കത്തില്ല. ഞാനത് ചെയ്യുന്നത് പോലെ രക്ഷിക്കപ്പെട്ട എൻ്റെ സഹോദരൻ സഹോദരിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നിയോഗങ്ങൾ തരികയാണ്. ആരും പറഞ്ഞിട്ടൊന്നുമല്ല, അതൊരു കൽപ്പനയായിട്ടല്ല. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഓഫ് എ ഡിസൈപ്പിൾ. The Spirit leads us to show fellowship. Praise the Lord. ഫ്ലഡ് വരുന്നു, മറ്റേ വരുന്നു, മറിച്ച് വരുന്നു. കൂട്ടു സഹോദരങ്ങൾ പ്രയാസത്തിലാകുമ്പോൾ അത് കണ്ണടയ്ക്കുന്നത് ഒരു ആത്മീകന്റെ ലക്ഷണമല്ല. Praise the Lord. ഇതാണ് ദൈവത്തിന്റെ വചനത്തിന് നമ്മളെ പഠിപ്പിക്കുവാൻ ഉള്ളത്. ഇതിനുള്ള ബന്ധത്തില് പഴയ നിയമത്തിൽ പോലും നമ്മൾ കാണുന്നത് സഹായിക്കണം എന്നുള്ള ദൈവിക ഉപദേശങ്ങൾ ഉണ്ടായിരുന്നു. ആവർത്തന പുസ്തകം 26, 12, 13 വാക്യങ്ങളിൽ വളരെ ശക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ ഇപ്പോൾ വായിച്ചു 45-ാം വാക്യം, ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും. ഇതിന്റെ ഒരു ഇലസ്ട്രേഷൻ ആണ് 4-ാം അധ്യായത്തിന്റെ 34, 35 വാക്യം. വൈകി അവിടെ മുട്ടുള്ളവരാരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കും. പിന്നെ ഓരോരുത്തൻ അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. സ്പിരിറ്റ് ഫിൽഡ് ജെറുസലേം ചർച്ചിൽ ദിസ് വാസ് എ പ്രാക്ടീസ്. നിങ്ങൾ ശരിക്കും ഇവരെ ഒന്ന് അനലൈസ് ചെയ്താൽ ഹോളി സ്പിരിറ്റ് ആണ് ഇവരെ ട്രാൻസ്ഫോം ചെയ്തത്.
കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ ഇവര് ചോദിച്ചാൽ ഞങ്ങൾക്ക് എന്നാ കിട്ടുമെന്ന്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ട ശേഷവും അപ്പോസ്തലപ്രവൃത്തി 1:6 എപ്പോഴാ രാജ്യം യഥാസ്ഥാനപ്പെടുത്തുന്നത്? അപ്പൊ they were thinking of a literal kingdom. ലിറ്ററൽ കിങ്ഡത്തിനകത്ത് ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇപ്പോൾ ഇവർ കൊടുക്കുന്നവരായി മാറി. അത് ആ ട്രാൻസ്ഫർമേഷൻ എങ്ങനെയാ ഉണ്ടായത്? ദാറ്റ്സ് ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ശരിക്കും ഈ കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ദൈവരാജ്യത്തിന്റെ തത്വം അവിടെ എഴുതിയിട്ടുണ്ട്. ഗിരിപ്രഭാഷണത്തില് എങ്ങനെ കൊടുക്കണം, എങ്ങനെ കൊടുക്കരുത്, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനത് ചെയ്യരുതെന്നല്ലേ തിരുവെഴുത്ത് പറയുന്നത്, അല്ലെ? നമ്മുടെ ആ ഫ്ലഡിന് നമ്മൾ കളക്ഷൻ എടുക്കുന്നുണ്ട്, അല്ലെ? പിന്നെ ഇതെല്ലാം നോട്ടീസ് ബോർഡിലിട്ട് എന്റേത് എത്രയാണ് എല്ലാം. വി പ്രൈഡ് അവർ സെൽഫ്. കൊടുക്കുമ്പോൾ ഇടങ്കൈ അറിയരുത് വലം കൈ കൊടുക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഇടത്തെ കൈ ഒന്ന് പുറമോട്ട് വെച്ച് വലത്തെ കൈ കൊണ്ട് കൊടുത്ത ഇടത്തെ കൈ അറിയത്തില്ലേ? പിന്നെ വാട്ട് ഈസ് ജീസസ് മീനിങ്? ഏറ്റവും അടുത്ത സുഹൃത്ത് പോലും ഇത് അറിയരുത്. രഹസ്യത്തിൽ കൊടുക്കുക, ധർമ്മം കൊടുക്കുക, ചാരിറ്റിക്ക് കൊടുക്കുക. അത് ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ ആണത്. ഞാൻ കൂട്ടായ്മ എന്ന കാര്യം പറഞ്ഞപ്പോൾ ആ കാര്യം കൂടെ എടുത്തു പറയുക. It is expected of a disciple to give. പൊതുവെ ഗൾഫ് മേഖലകളിലുള്ള സഹോദരി സഹോദരന്മാർ ധാരാളം ഔദാര്യമായി കൊടുക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്കിലും നമ്മുടെ ഈ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ ഞാനത് പറഞ്ഞു പോവുകയാണ്. 1-ാം നൂറ്റാണ്ടിലെ യെരുശലേം സഭയുടെ പ്രത്യേകത, അവർ ദൈവവചനം സ്നേഹിച്ച് അപ്പോസ്തോലിക ഉപദേശം അവർ കേൾക്കുന്നവരായിരുന്നു. 2, കൂട്ടായ്മ ആചരിക്കുന്നവർ. കൂട്ടായ്മ ആചരിക്കുന്നതിലെ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ അതിനെ വ്യാഖ്യാനിച്ചത്. മെറ്റീരിയൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നവരാണ്. ഇതിനുള്ള ബന്ധത്തിൽ മറ്റൊരു വാക്യം, സ്നേഹത്തിന്റെ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ 1 യോഹന്നാൻ 3:17, എന്നാൽ ഈ ലോകത്തിലെ വസ്തു വകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരൻ മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? അല്ലെ? എത്ര ക്ലിയർ ആയിട്ടാണ്. അപ്പൊ ജെറുസലേം ചർച്ചിലെ ബിലീവേഴ്സ് റാഡിക്കൽ ഗിവിംഗ് ഉള്ളവരായിരുന്നു. അത്ര ശക്തമായ ഒരു ബോണ്ടിങ് അവർ തമ്മിലുണ്ടായിരുന്നു. അതാണ് ക്രിസ്ത്യാനിറ്റി. ഇത് വെളിയിലുള്ളവർ കാണുമ്പോൾ അന്തം വിടും. എടാ, ഇവിടെ എല്ലാവരും അക്യുമുലേറ്റ് ചെയ്യാനായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇവിടെ കുറെ ആളുകൾ കണ്ട് അവര് വേർപ്പോടെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു. ദാറ്റ്സ് ദ കിങ്ഡം ഓഫ് ഗോഡ്. മനുഷ്യർക്ക് അത് മനസ്സിലാകും. വെളിയിലുള്ളവരെ കാണുമ്പോൾ ദീസ് പീപ്പിൾ ആർ ഡിഫറെന്റ്. മറ്റുള്ളവരുടെ സങ്കടത്തിൽ പങ്കുചേരുകയാണ്. യെരുശലേം ചർച്ചിൽ അങ്ങനെയുള്ളവരായിരുന്നു. അതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഏതെങ്കിലും സഭയിലെ ഒരു വ്യക്തിക്ക് മെറ്റീരിയൽ നീഡ് ഉണ്ടെങ്കിൽ ഇതുള്ളയാള് കണ്ണടക്കിയില്ല. ഇവിടെ ഒരു കാര്യം ബാലൻസ് ചെയ്ത് പറയേണ്ടത് ഏറ്റവും ഉത്തമമാണെന്ന് ഞാൻ ചിന്തിക്കുക. ചില മിടുക്കന്മാരുണ്ട്, എടാ ഇത് കൊള്ളാമല്ലോ, ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാൽ മതി, ഇവന്മാരെല്ലാം കൂടെ ഉച്ചഭക്ഷണവും വൈകിട്ടത്തെ ഭക്ഷണവും എല്ലാം കൊണ്ടുവരും. ഹല്ലേലൂയ, സ്തോത്രം. അത് 1 തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് അവരെ കുറിച്ച് പറയുന്ന ക്രമം കെട്ടവർ. ഉപജീവനത്തിന് വേണ്ടി നന്നായി അധ്വാനിക്കണം. അധ്വാനിക്കാതെ ഉഴപ്പന് സഹായിക്കണമെന്നല്ല വേദോസം പറയുന്നത്. ദ ട്രൂലി നീഡി പീപ്പിൾ, ആവശ്യക്കാര്. ഗ്രീഡി പീപ്പിളിനല്ല, നീഡി പീപ്പിൾ. അല്ലാതെ ഇതൊരു ഐഡിയ ആയിട്ട് എടുക്കുന്നവരല്ല. എനിക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ട് എന്തോ ഒരു മാന്യതയാ. ആ ബ്രദർ അങ്ങനെ മാന്യതയാകരുത്.
ജോലിക്ക് പോകണം, നന്നായി ജോലി ചെയ്യണം, അറിയാമെന്ന് തൊഴിൽ ചെയ്യണം. പക്ഷെ തൊഴിൽ ചെയ്തിട്ടും they cannot make both and meet. അങ്ങനെയുള്ളവർ ധാരാളം നമ്മുടെ ഇടയിലുണ്ട്. സ്തോത്രം. ഒരു ഹോസ്പിറ്റലിൽ കയറി ഭയങ്കരമായിട്ടുള്ള തുകകൾ വരിക, എന്ത് ചെയ്യണം? വെളിയില് ഒരാൾ മരിച്ചു, ബോഡി കൊണ്ടുവരണം നാട്ടിൽ, they cannot meet the expense. What will happen? ആ റൈറ്റ് ഹാൻഡ് ഓഫ് ഫെലോഷിപ്പ് ആണ്. ആളുകളെല്ലാം കൂടി അവരുടെ കാര്യമായിട്ട് അത് ചെയ്യുക, ഏറ്റെടുത്ത്. സ്തോത്രം. അതാണ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ്. പങ്കുവയ്ക്കൽ, ഷെയറിംഗ് വിത്ത് അതേഴ്സ് what God has given you in your life. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഈസ് ക്രിസ്ത്യൻ കെയറിംഗ്, ആൻഡ് ക്രിസ്ത്യൻ കെയറിംഗ് ഈസ് ക്രിസ്ത്യൻ ഷെയറിംഗ്. പ്രൈസ് ദി ലോർഡ്. അവരൊരു കെയറിംഗ് ചർച്ചായിരുന്നു, അവരൊരു ലവിംഗ് ചർച്ചായിരുന്നു. മറ്റുള്ളവരുടെ വേദനയിൽ കണ്ണടച്ചില്ല. they were involved. അപ്പൊ ഇവിടെ ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്യുക. നമ്മുടെ ചർച്ച അങ്ങനെയാണ്. ഡു വി ഗെറ്റ് ഇൻവോൾവ്? സ്തോത്രം. നമ്മുടെ ആ പണ്ടത്തെ ആ സെൽഫിഷ് ആറ്റിറ്റ്യൂഡൊക്കെ മാറി രക്ഷിക്കപ്പെട്ട് നമ്മുടെ കൂടെ വന്ന് അപ്പം നുറുക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ ഹൃദയം പോകാറുണ്ടോ? അത് അവരവര് ചിന്തിക്കുക. ഞാൻ നിങ്ങളുടെ മുൻപിൽ ആ പാഠം വയ്ക്കുന്നു. അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകുന്നു. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, which is the true church and which is the false church? Which is the genuine church? Which is the counterfeit? വലിയ രസമാണ്. നമ്മുടെ അവിടെ ഇപ്പൊ ആലയമൊന്നുമില്ല, കോമൺ ആലയമാ. ഇവിടൊക്കെ ഒരു ആലയത്തിന്റെ ആ പുറത്ത് ചായമൊക്കെ അടിച്ച് നല്ല റെഡിയാക്കി ഇന്ന ഡിനോമിനേഷന്റെ ഭാഗമാണ്, അവരുടെ പേരൊക്കെ വെച്ച ചർച്ച ആകത്തില്ല. ആത്മനിറവുള്ള ചർച്ചിൽ 1-ാം നൂറ്റാണ്ടിൽ മാതൃക ചർച്ചായിട്ട് അത് വെളിപ്പെട്ടു. ചർച്ച എന്ന് പറയുമ്പോഴേ നമുക്ക് ആ കോഴഞ്ചേരിയിലുള്ള ആലയമാണ് വരുന്നത്. ആലയമല്ല ചർച്ച്, അത് ചർച്ച് കൂടി വരുന്ന ഒരു സ്ഥലമാണ്. കെട്ടിടമുള്ളത് കൊണ്ട് ചർച്ചാകുന്നില്ല, ക്വയറുള്ളത് കൊണ്ട് ചർച്ചാകുന്നില്ല, തേക്ക് തടി കൊണ്ട് പുൾപ്പിറ്റിട്ടത് കൊണ്ട് ചർച്ചാകുന്നില്ല. സ്തോത്രം. വാദ്യ ഉപകരണങ്ങൾ ഉള്ളത് കൊണ്ട് ചർച്ചാകുന്നില്ല. സ്പിരിറ്റ് ഫീൽഡ് ചർച്ച് കാണണോ? 2 ക്വാളിറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇന്നലെ ഇന്നുമായിട്ട് പറഞ്ഞത്. ഒന്ന്, ബൈബിൾ ടീച്ചിങ് ചർച്ച്. ഈ ബൈബിൾ ടീച്ചിങ് അഗെയിൻ ഞാൻ പറയാം, ബൈബിൾ ഇങ്ങനെ ഒരു വലിയ ഫാമിലി ബൈബിൾ കൈ പിടിച്ചുകൊണ്ട് വന്നാൽ അതുകൊണ്ട് ബൈബിൾ ടീച്ചിങ് ആണോ? ഏതെങ്കിലും ഒരു വാക്യം എവിടുന്നേലും വായിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു, ദാറ്റ്സ് നോട്ട് ബൈബിൾ ടീച്ചിങ്. ക്രമീകൃതമായി ദൈവവചനം പഠിപ്പിക്കുക. നമ്മള് വടക്കേ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ പ്രഭു യേശു ചങ്കാക്കരയുക എന്ന് പറഞ്ഞാൽ യേശു നിന്നെ സൗഖ്യമാക്കും. 10 വർഷം കഴിഞ്ഞ് എന്നാലും പ്രഭു യേശു ചങ്കാക്കരയുക. ക്രമീകൃതമായി ദൈവവചനം പഠിപ്പിക്കുന്നത് ഇല്ലെന്ന് പറയുന്നില്ല, ഉണ്ട്, ചുരുക്കമാണ്. എന്തിനാ വടക്കേ ഇന്ത്യ പറയുന്നത്? തെക്കേ ഇന്ത്യ നമ്മുടെ സ്പിരിറ്റ് ഫിൽ ചർച്ച് ആണെങ്കിൽ ഗെറ്റ് ബാക്ക് ടു ദ വേർഡ് ഓഫ് ഗോഡ്. സ്പിരിറ്റ് ഫിൽ ചർച്ച് ആണെങ്കിൽ ഗെറ്റ് ബാക്ക് ടു ഫെലോഷിപ്പ്. ഇവിടെ ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. എല്ലാവർക്കും ഒന്നും ഓർമ്മ കാണത്തില്ല. ഒരു say about 50 years back, കൂട്ടായ്മ എന്ന് പറഞ്ഞാലേ സഭയിലെ ഒരംഗം സഭായോഗത്തിന് വന്നില്ലെങ്കിൽ യോഗം കഴിഞ്ഞാൽ ഉടനെ അടുത്ത പ്രൊജക്റ്റ് 2-3 കുടുംബം അവിടെ ചെല്ലും. എന്താ തോമാച്ചാ കണ്ടില്ലല്ലോ ഇന്ന്? ഓ അത് അവളങ്ങ് കിടപ്പിലായി പോയി. ഉടനെ പിന്നെ അവിടെ ഇരുന്ന പ്രാർത്ഥനയാ.
ആ ആളിനെ അവർ എഴുന്നേൽപ്പിക്കും. ഇതാണ് ഈ പെന്തിക്കോസുകാരെ കണ്ട് മറ്റുള്ളവര് പറഞ്ഞ, എടാ ഇവന്മാർ ഈ തേനീച്ച പോലെ എവിടെയെങ്കിലും എന്തുകൊണ്ടല്ലോ ഇവന്മാരെല്ലാം കൂട്ടത്തോടിക്ക് വരും. അത് ശരിയാണ്. പക്ഷെ ഇപ്പോഴോ ഇതാണ് വന്ന മാറ്റം. ഇപ്പം ശരിക്കും ഒരു കൂട്ടായ്മ ഉണ്ടോ? സമയമില്ലല്ലോ. ഉള്ള ജോലി കഴിഞ്ഞിട്ട് പാർട്ട് ടൈം 2 എണ്ണമാണ്. ഇതിനിടയ്ക്ക് ഇവിടെ കൂട്ടായ്മ. വി ഹാവ് ലോസ്റ്റ് ട്രാക്ക്. നമുക്ക് ദൈവവചനത്തിലേക്ക് മടങ്ങാം. ആ ട്രൂ ചർച്ചിന്റെ അനുഭവത്തിലേക്ക് മടങ്ങാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ എല്ലാവരെയും ഇന്ന് രാത്രി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.